ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചൂട്ടൻസ് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. പ്രത്യേകിച്ചൊന്നുമല്ല, കുക്കിംഗ് വീഡിയോ അല്ല, ട്രാവൽ വീഡിയോ അല്ല, പിന്നെ എന്താണ്, ഒരു ഡേ ഇൻ മൈ ലൈഫാണോ? അതുമല്ല. കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാണ്. അത് നിങ്ങൾക്കൊരു പ്രചോദനമാവുമെങ്കിൽ, കുറച്ച് എന്തെങ്കിലും ഒരു മെസ്സേജോ എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്നോട് തീർച്ചയായിട്ടും പറയണം, ഷെയർ ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നുമല്ല, എന്നോട് എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചു, ഇപ്പോൾ കുറച്ച് ആക്റ്റീവ് അല്ലാതെ, എന്തേ വീഡിയോസ് കാണാതെ എന്ന് ചോദിച്ചു. അതിനുള്ള റീസൺ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, പ്രഗ്നൻ്റ് ആണ്. 5th മന്ത് കഴിയാറായി, 6th കടന്നു. അപ്പോൾ ഇത്രയും നാൾ വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ടയേർഡും കാര്യമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊന്ന് റിലീസായി വരുമ്പോഴേക്ക് വീണ്ടും ക്ഷീണവും ഒരു ഉന്മേഷക്കുറവ് എല്ലാം കൊണ്ട് ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് നന്നായിട്ട് കൗണ്ട് കുറവാണെന്നുള്ളത്. 8 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും, ഫുഡിൽ മാറ്റങ്ങൾ വരുത്തി, ഇലക്കറികൾ കൂട്ടുക, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ വെജിറ്റബിൾസ്, അങ്ങനെ പല കാര്യങ്ങളും നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ വിചാരം ഇത് കൂടിയിട്ടുണ്ടാവുന്നതാണ്, കൗണ്ട് കൂടിയിട്ടുണ്ടാവും. എനിക്ക് വലിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്നാൽ അത്ര വലിയ മേജർ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ 2 ദിവസം മുന്നേ വീണ്ടും ഇതുപോലെ അഡ്മിറ്റ് ആവേണ്ടി വന്നു, ട്രിപ്പ് ഇടേണ്ടി വന്നു. അപ്പോൾ വീണ്ടും കൗണ്ട് നോക്കിയപ്പോഴാണ് അതിനേക്കാൾ കുറവ് വന്നത്. 6.6 മാത്രമേ ഉള്ളൂ. സാരമില്ല, എന്തായാലും മനുഷ്യൻ്റെ ശരീരമല്ലേ, പല മാറ്റങ്ങളും പല രീതിയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കാം. വീണ്ടും ട്രീറ്റ്മെൻറ്റ് തുടരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഫുഡിലും അതുപോലെ തന്നെ ജീവിത രീതിയിലൊക്കെ മാറ്റം വരുത്തി കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ കൺസൾട്ടിങ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞത്, നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് ഫുഡ് കഴിക്കുക, ഇത്രയാണ് പറഞ്ഞത്. ഇനി ഈ പരിസരത്തേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. ഓരോ മാസത്തിലുള്ള ചെക്കപ്പിനല്ലാണ്ട് ഈ പരിസരത്തേക്ക് ഇനി വരാൻ പാടില്ല എന്ന താക്കീതും കൊണ്ടാണ് വിട്ടത്. അപ്പോൾ ഇതൊക്കെ ഒരു സില്ലിയായിട്ട് എടുക്കുക അല്ലേ. എന്താ പറയുക, എന്തായാലും ഓരോരാളുടെ ജീവിതത്തിൽ ഓരോരോ മാറ്റങ്ങൾ ഫിസിക്കലി ആയാലും മെൻ്റലി ഒക്കെ ആയാലും നടന്നുകൊണ്ടേയിരിക്കും. അത് നമ്മളങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ എന്താ പറയുക, ബ്ലഡിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ കുറച്ചൊരു സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യം തന്നെയാണ്. ഒരു 10 കൗണ്ട് ആകുമ്പോഴേക്കും തന്നെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. പക്ഷേ ഞാനത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നാണ് വേണം പറയാൻ. അപ്പോൾ വീണ്ടും കുറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു 8 to 10 ഒക്കെ ആകുമ്പോൾ ഒരു മോഡറേറ്റ് അനീമിയ ആയിട്ട് തന്നെ അത് കണക്കാക്കണം. 6th ആകുമ്പോഴേക്കും ഒരു സിവിയർ അനീമിയയിലേക്കാണ് പോവുക. അത് നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കേണ്ടതായിരുന്നു. പക്ഷേ സാരമില്ല, ഇനിയും സമയമുണ്ട് ആ ഒരു രീതിയിലേക്ക് മാറ്റി എടുക്കുക. ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിലേക്കാണ് കടന്നു വരുന്നത്. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒന്ന് അടങ്ങിയിരുന്നൂടെ വെണ്ണേ എന്ന് ചോദിക്കുന്നവരോട്, ചോദിച്ചിട്ടില്ല ഇതുവരെ, ആരും ചോദിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവുമല്ലോ, എന്നാലും അടങ്ങിയിരുന്നൂടെ എന്ന് ചോദിക്കുന്നവരോട് ആണ് പറയാനുള്ളത്. നമ്മളിങ്ങനെ അടങ്ങിയിരുന്നിട്ടും എന്താ പറയുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ എനിക്ക് റീസെൻ്റായിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടും കൗതുകമായിട്ടും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ചാനൽ എന്ന് പറയുന്നത്. അതെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ മുന്നേ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു എഴുത്ത് എന്ന് പറയുന്നത്. അത് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് 1-2 പ്രാവശ്യം ഇങ്ങനെ എഴുതി കീറിക്കളയും. ഫ്രണ്ട്സ് പറയും, ആരെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് പറയും നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് ഓക്കെ, നന്നായിട്ടുണ്ടല്ലേ എന്ന് നമുക്ക് തോന്നാം. വീണ്ടും അതങ്ങനെ അവസാനിച്ചു. കോളേജ് പഠനം കാര്യങ്ങളൊക്കെ അങ്ങ് കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് എഴുതി പോസ്റ്റ് ചെയ്യാമെന്ന് തോന്നിയപ്പോൾ, ചില കവിതകൾ എഴുതി പോസ്റ്റ് ചെയ്തപ്പോൾ നല്ല അഭിപ്രായങ്ങൾ കിട്ടി. ഇനിയും എഴുതണമെന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ എഴുതിയതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ കാണുന്ന പിക്ചറിലൂടെ ഉള്ളത്. ഒരു പുസ്തകത്തിലേക്ക് എൻ്റെ പേര് വരിക എന്ന് പറഞ്ഞത് എനിക്ക് ഏറ്റവും വലിയ അഭിമാനമായ നിമിഷമാണ്. കാരണം ഇന്നേ വരെ ഒരു പുസ്തകത്തിൽ സർട്ടിഫിക്കറ്റും മറ്റ് പ്രസൻറ്റൊക്കെ നമുക്ക് കിട്ടിയെങ്കിലും ഒരു പുസ്തകത്തിൽ നമ്മളുടെ പേര് ഇടം നേടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്.
അപ്പോൾ അത് എനിക്ക് നേടിയെടുക്കാൻ പറ്റി. ഇനിയും എഴുതണമെന്ന് ആഗ്രഹമുണ്ട്, ഇനിയും എഴുതും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതിനൊരു മടിയോ പിന്നെ നാണക്കേടോ നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു പാഷൻ ഉണ്ടാവും, അത് ഒളിഞ്ഞു കിടക്കുന്ന എന്തൊക്കെയോ കഴിവുകൾ നമുക്കുണ്ടാവും. അതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. നമ്മളെ ബൂസ്റ്റ് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ചാർലി ചാപ്ലിനും മിസ്റ്റർ ബീനൊക്കെ കാണുന്നില്ലേ, അതുപോലെ അവരുടെ ഇത് ചേഷ്ടകൾ നമ്മൾ കാണുന്നില്ലേ, അവർ ബൂസ്റ്റ് ചെയ്യുന്നത് അവർ മാത്രമാണ്, അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് അവർ മാത്രമാണ്. അവരുടെ സ്റ്റോറികളിലെ ഏറ്റവും ഹീറോസ് എന്ന് പറയുന്നത് അവർ മാത്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറിയിലെ ഹീറോസ് അല്ലെ ഹീറോയിൻ നമ്മൾ മാത്രമാണ്. അപ്പോൾ നമ്മളെ ബൂസ്റ്റ് ചെയ്യാം, വേറെ ആരും ഉണ്ടാവില്ല നമ്മളെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കൊടുക്കുന്ന പ്രോത്സാഹനത്തേക്കാൾ വലുതായിട്ട് വേറൊന്നുമില്ല. എല്ലാ ടൈമിലും നമ്മൾ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പോൾ അങ്ങനെ വന്നതാണ് കിച്ചൂട്ടൻസ് ഫാമിലി എന്നതും. ഒരുപാട് ആഗ്രഹിച്ച് തുടങ്ങിയതാണിതും. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് പറയാനുള്ളത്, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതെന്തും ആയിക്കോട്ടെ, നാളേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മൾ മാറ്റി വെക്കുക. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിന് ഒരു തെളിവായിട്ട്, ഒരു അവശേഷിപ്പായിട്ട് എന്തെങ്കിലും ചെയ്തെങ്കിലല്ലേ നാളത്തേക്ക് ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് പോലെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇതുപോലെ കുട്ടികൾ ആയിട്ടും കല്യാണം കഴിഞ്ഞിട്ടും വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്, ജോബൊന്നും ആയിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് വിഷമിച്ച് നടക്കുന്നവരുണ്ട്. എല്ലാ ദിവസവും ഒരുപോലെ ആടാം, ഒരു മാറ്റവും എന്ന് പറയുന്നവർ, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്നില്ല എന്ന് പറയുന്നവർ, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഞാൻ എന്തെങ്കിലുമൊക്കെ ആയി എന്നതിലല്ല, അങ്ങനെ ആയിട്ട് പറയുന്നതല്ല, ആവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു ആത്മവിശ്വാസം എനിക്ക് തന്നത്, ആ ഒരു ധൈര്യം എനിക്ക് തന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്കിതൊന്നും ചെയ്യാനും കഴിയില്ല. അതുപോലെ നിങ്ങളുടെ ധൈര്യത്തെ നിങ്ങളും കണ്ടെത്തുക. എവിടെ നിന്നാണോ നിങ്ങൾക്ക് ധൈര്യം ലഭിക്കുന്നത് അതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ പിടിച്ച് നിൽക്കാതെ നമ്മുടെ പാരൻസിനെ കുറിച്ച് ചിന്തിക്കുക, നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമ്മൾക്ക് കൂടുതൽ ഊർജ്ജം പിന്നെയും കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക്സ്.